അമേരിക്കയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അവിടെ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് വൻ തിരിച്ചടി. പുതിയ നിർദ്ദേശവുമായാണ് ട്രംപ് ഭരണകൂടം രംഗത്തെത്തിയത്. പഠനാനന്തരം അമേരിക്കയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദേശ ബിരുദധാരികളിൽ നിന്ന് 1 ലക്ഷത്തോളം രൂപ ഫീസ് ഈടാക്കുന്നതിനുള്ള ആലോചനകൾ നടക്കുകയാണ്. നിർദ്ദേശം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്ന പക്ഷം H-1B വിസ പ്രകാരം അമേരിക്കയിൽ കരിയർ സ്വപ്നം കാണുന്ന ഇന്ത്യക്കാരടക്കമുള്ള വിദേശികൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായി മാറും. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് ദ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. പഠനം പൂർത്തിയാക്കിയ ശേഷം അമേരിക്കയിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് നിർദ്ദിഷ്ട ഫീസ് ബാധകമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. F-1 വിസയിലുള്ള വിദേശ വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തരം അവരുടെ മേഖലകളുമായി ബന്ധപ്പെട്ട താൽക്കാലിക ജോലി പരിചയം നേടാൻ അനുവദിക്കുന്ന ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് പ്രോഗ്രാമിനെ ഈ നീക്കം ബാധിച്ചേക്കാം. നേരത്തെയും OPTക്കെതിരെ ട്രംപ് ഭരണകൂടം രംഗത്ത് വന്നിരുന്നു. വിസ തട്ടിപ്പിനും കാലാവധി കഴിഞ്ഞുള്ള താമസത്തിനും വേണ്ടി OPT പ്രോഗ്രാം ദുരുപയോഗം ചെയ്യപ്പെടാമെന്നായിരുന്നു ട്രംപ് ഭരണകൂടത്തിന്റെ ആരോപണം. അമേരിക്കയിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം H-1B അല്ലെങ്കിൽ മറ്റ് ജോലി വിസകളിലേക്ക് കടക്കുന്നതിനായി ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് OPTയെ പ്രയോജനപ്പെടുത്തുന്നത്. പുതിയ നിർദ്ദേശം നടപ്പിലാക്കിയാൽ വലിയ തോതിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇത് തിരിച്ചടിയാകും. ജോലി നേടണമെങ്കിൽ വൻ തുക അധികമായി നൽകേണ്ടി വരും. നിലവിൽ ഈ വിഷയം ഭരണകൂടത്തിന്റെ ആഭ്യന്തര ചർച്ചകളിൽ മാത്രമാണുള്ളതെന്നും അന്തിമ തീരുമാനം വൈറ്റ് ഹൌസ് ഇതുവരെ കൈക്കൊണ്ടിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. ഫീസ് അടയ്ക്കേണ്ട വിദ്യാർത്ഥികളാണോ, ജോലി നൽകുന്ന കമ്പനികളാണോ അതോ സർവകലാശാലകളാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഇറക്കുമതി തീരുവയും നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധി വന്നിരുന്നു. US ഗവൺമെന്റ് ഇറക്കുമതി കമ്പനികൾക്ക് തിരികെ നൽകിയത് $8,100 കോടി ആണ്. പ്രസിഡന്റിനെ ഏകപക്ഷീയമായി ഇത്തരം താരിഫുകൾ അടിച്ചേൽപ്പിക്കാൻ നിയമപരമായി അധികാരമില്ലെന്ന് വ്യക്തമാക്കിയായിരുന്നു കോടതിയുടെ വിധി. നികുതി ചുമത്താനുള്ള അധികാരം പാർലമെന്റിനാണെന്നും കോടതി വ്യക്തമാക്കി. ട്രംപിന്റെ സംരക്ഷണവാദ നയങ്ങൾക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കുന്നതായിരുന്നു ഈ ചരിത്രപരമായ വിധി. ഈ വൻ റീഫണ്ട് ബാധ്യത അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും ഫെഡറൽ ബജറ്റിനെയും മാറ്റിമറിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ ചെറിയ തുകകൾ മാത്രം റീഫണ്ട് ഇനത്തിൽ നൽകേണ്ടി വന്ന സ്ഥാനത്താണ് ഇപ്പോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തുക തിരികെ നൽകേണ്ടി വന്നിരിക്കുന്നത്. ഇത് യുഎസിന്റെ ഫെഡറൽ ബജറ്റ് കുതിച്ചുയരാനും രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള കടബാധ്യത വർദ്ധിക്കാനും കാരണമായി. കോസ്റ്റ്കോ, ഫെഡറക്സ് തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഉൾപ്പെടെ 2000-ലധികം ബിസിനസ് സ്ഥാപനങ്ങൾക്കാണ് ഈ തുക ലഭിച്ചത്. താരിഫ് നയം പരാജയപ്പെട്ടത് ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായെങ്കിലും ആഭ്യന്തര വിപണിയെയും വ്യവസായങ്ങളെയും സംരക്ഷിക്കാൻ പുതിയ നിയമപരമായ മാർഗങ്ങൾ തേടുകയാണ് വൈറ്റ് ഹൌസ്. അമേരിക്കയിൽ ജോലി ചെയ്യാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന വിദേശ പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും കനത്ത പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടാണ് US ഇമിഗ്രേഷൻ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാൻ ഒരുങ്ങിയത്. യുഎസിലെ ഏറ്റവും വലിയ കുടിയേറ്റ ജനവിഭാഗങ്ങളിലൊന്നായ ഇന്ത്യക്കാരെ ആയിരിക്കും ഈ പുതിയ നിയന്ത്രണങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുക. പ്രശസ്തമായ H-1B വിസകൾ, L-1 വിസകൾ, സ്റ്റുഡന്റ് വിസകൾ എന്നിവയിലെല്ലാം കടുത്ത മാറ്റങ്ങളാണ് US ആഭ്യന്തര സുരക്ഷാ വകുപ്പ്, തൊഴിൽ വകുപ്പ് എന്നിവ പുറത്തുവിട്ട പുതിയ റെഗുലേറ്ററി അജണ്ടയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ ഉടനടി പ്രാബല്യത്തിൽ വന്നിട്ടില്ലെങ്കിലും ഭരണകൂടത്തിന്റെ ഭാവി നയങ്ങളുടെ വ്യക്തമായ സൂചനയാണിത്. US കമ്പനികൾക്ക് വിദേശ പ്രൊഫഷണലുകളെ നിയമിക്കാൻ അനുവാദം നൽകുന്ന H-1B വിസകളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഓഗസ്റ്റ് മാസത്തോടെ കൂടുതൽ കർശനമാക്കും. പ്രധാനമായും ഇന്ത്യൻ IT കൺസൾട്ടിംഗ് കമ്പനികൾ വ്യാപകമായി ഉപയോഗിക്കുന്ന തേർഡ് പാർട്ടി ക്ലയന്റ് സൈറ്റ് മാതൃകയ്ക്കുമേൽ കടുത്ത നിരീക്ഷണമുണ്ടാകും. കമ്പനിയും ജീവനക്കാരും തമ്മിലുള്ള കൃത്യമായ തൊഴിൽ ബന്ധം തെളിയിക്കുന്ന കൂടുതൽ രേഖകൾ സമർപ്പിക്കേണ്ടി വരും. കൂടാതെ H-1B, L-1 വിസകളിൽ ഭൂരിഭാഗം ജീവനക്കാരെയും നിലനിർത്തുന്ന വൻകിട കമ്പനികൾക്ക് വിസ പുതുക്കുന്നതിനായി അധിക ഫീസും ഈടാക്കും. ഇത് കമ്പനികളുടെ ചിലവ് വൻതോതിൽ വർദ്ധിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.